അങ്ങനെ ഭഗവാന്റെ ദർശനത്തിന് പോയി. 3 മണിക്കൂർ കൊണ്ട് ദർശനം കഴിഞ്ഞു. അന്നദാനവും കഴിഞ്ഞതിന് ശേഷം, അന്നപ്രസാദം സ്വീകരിച്ചതിന് ശേഷം തിരിച്ച് മലയിറങ്ങി. ഇന്ന് നമ്മുടെ താമസം താഴെയാണ്, തിരുപ്പതിയിലാണ്. അവിടെ ദേവസ്വം നമ്മുടെ TTDയുടെ റൂം എടുത്തിട്ടുണ്ട്, മാധവം. അപ്പോൾ ഇതാണ് താഴേക്ക് പോകുന്ന വഴി. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, പണ്ട് ഒരു വഴി തന്നെയായിരുന്നു താഴേക്കും മുകളിലേക്കും പോകാൻ. പക്ഷേ ഇപ്പോൾ അവർ താഴേക്ക് പോകാനും മുകളിലേക്ക് പോകാനും പ്രത്യേകം വഴികളാണ്. അതുകൊണ്ട് എന്താണ്, അപകടങ്ങൾ ഒഴിവാക്കാം എന്ന് പറഞ്ഞ് ഓവർ സ്പീഡൊന്നും നമുക്ക് പറ്റില്ല. കയറുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഇറങ്ങാമല്ലോ. പക്ഷേ ഓവർ സ്പീഡ് അനുവദനീയമല്ല. കാരണം നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ, തിരുമലയിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ എത്തുമ്പോൾ വണ്ടിയുടെ നമ്പർ, ഡീറ്റെയിൽസ് ഒക്കെ സ്കാൻ ചെയ്യും. ഇത്ര സമയം കൊണ്ടേ അവിടെ എത്താവൂ. അതായത് 45 മിനിറ്റാണ് അവർ പറയുന്നത്. ഈ 45 മിനിറ്റിന് ശേഷം നമ്മൾ എത്തിയാൽ അത്രയും നല്ലത്. അതിന് മുമ്പാണ് നമ്മൾ താഴത്തെ ചെക്ക് പോസ്റ്റിൽ എത്തുന്നത് എങ്കിൽ അതിന് ഫൈനുമുണ്ട്. അപ്പോൾ ഇറക്കമായതുകൊണ്ട് കുറേ ആൾ ആദ്യം എന്ത് ചെയ്യും, വണ്ടി വേഗത്തിൽ പോകും, എന്നിട്ട് അവിടെ കൊണ്ട് കുറച്ച് സമയം നിർത്തിയിടും. ഞാൻ ആലോചിച്ചു, എന്നാൽ പിന്നെ ഇവന്മാർക്ക് പതുക്കെ പോയിക്കൂടെയെന്ന്. ഇറക്കത്തിലായതുകൊണ്ട് പലരും ന്യൂട്രലാണ് കേട്ടോ വണ്ടി. നമ്മൾ MVD ഒക്കെ പറയാറുണ്ട്, ഇറക്കം ഇറങ്ങുമ്പോൾ ഒരിക്കലും ന്യൂട്രൽ ഇടാൻ പാടില്ല, ബ്രേക്ക് ചിലപ്പോൾ നമുക്ക് കിട്ടാതെ വരും. എന്നാലും അതൊന്നും ആരും പറയാതെ, അല്ലെങ്കിൽ അതിനെയൊന്നും ആരും വകവയ്ക്കാതെ പലരും ന്യൂട്രലിട്ടാണ് ഈ ഇറക്കം ഇറങ്ങുന്നത്. അതായത് നമ്മുടെയൊക്കെ ജീവൻ പണയപ്പെടുത്തിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തണം, എനിക്കൊന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതാരോട് പറയാം, നമ്മുടെ കേരളത്തിലുള്ള റൂളൊന്നുമല്ല വെളിയിൽ പോകുമ്പോൾ. ഇതൊക്കെ തിരുമല മുകളിലേക്ക് ക്ഷേത്ര ദർശനത്തിന് നടന്നു വരുന്നവരുടെ വഴിയാണ്. കൂടുതലും സ്റ്റെപ്പുണ്ട്, പക്ഷേ ഒരു 2 കിലോമീറ്ററോളം ഈ റോഡിലൂടെ നടന്ന് വേണം കയറുവാനായിട്ട്. ഈ നടന്നു പോകുന്ന വഴിയാണ്, കണ്ടോ എത്ര മനോഹരമായിട്ടാണ് അവർ ചെയ്യുന്നത്. ഈ നടന്നു വരുന്ന വഴിയിൽ ഞങ്ങൾ പോകുമ്പോൾ കേരളത്തിൽ മഴയാണെങ്കിലും അവിടെ നല്ല ചൂടാണ്. അപ്പോൾ വരുന്നവരുടെ, തീർത്ഥാടകരുടെ കാലിന് പൊള്ളലേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ പച്ചപ്പും മുകളിൽ റൂഫ് വർക്കും എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ വരുന്ന വഴിക്കാണെങ്കിലും വെള്ളവും ഫുഡും ഒക്കെ സൗജന്യമായിട്ട് കൊടുക്കുന്ന സ്ഥലവും ഉണ്ട്. ഒരുപാട് പേര് പണ്ട് ഈ നടന്നു വരുന്നവർക്ക്, ഈ നടന്നു വരുന്ന ദർശനം ദിവ്യ ദർശനം എന്നാണ് പറയുന്നത്. പണ്ട് നടന്നു വരുന്നവർക്ക്, പണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ടൊന്നുമല്ല, നമ്മുടെ കൊറോണയ്ക്ക് മുമ്പ് നടന്നു വരുന്ന എല്ലാവർക്കും, എല്ലാ ഭക്തജനങ്ങൾക്കും ഫ്രീ ആയിട്ട് ദർശനം അവർ കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ അവരത് നിർത്തി. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പോൾ എന്തായാലും നടന്നു വരുന്നവർക്ക്, അതായത് ദിവ്യ ദർശനത്തിന് ഫ്രീ ടോക്കൺ നൽകുന്നില്ല. ഒരുപാട് ഹെയർ പിന്നുകൾ, ഏകദേശം ഒരു 10-20 ഹെയർ പിന്നുകൾ തിരുപ്പതി സിറ്റിയാണ് ആ കാണുന്നത്. നമ്മുടെ ഈ തീപ്പെട്ടിക്കൂടുകൾ അടുക്കി വച്ചിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ. വലിയ വലിയ കെട്ടിടങ്ങളാണത്. തിരുപ്പതി സിറ്റിയാണ്. തിരുപ്പതിയും ടെമ്പിൾ സിറ്റി എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഈ അമ്പലം ഉള്ളത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴും കയറുമ്പോഴും ഗരുഡനെ കണ്ട് വണങ്ങിയിട്ടാണ് പോകുന്നത്. ഇതാണ് നമ്മൾ ഇന്ന് താമസിക്കുന്ന സ്ഥലം, മാധവം റെസ്റ്റ് ഹൗസ്. ഫുൾ AC ആണ് കേട്ടോ. ഒരു ദിവസം 1000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ വീട്ടിലെ 2 ഹാൾ അത്രയുണ്ട്. ഒരു 6 പേർക്കൊക്കെ അവിടെ സുഖമായിട്ട് കിടക്കാം. AC ഹാളാണ്, വാഷ്റൂമുണ്ട്, അതുപോലെ ഡ്രസ്സിങ് റൂമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇന്ന് രാത്രി ഫുഡ് കഴിക്കാൻ നമ്മൾ പിന്നെയും PS-ലെത്തിയിരിക്കുകയാണ്, PS4. എന്തായാലും എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഈ PS4നെ പറ്റി അറിഞ്ഞ് അവർ തിരുപ്പതി പോയപ്പോൾ അവിടെ പോയി. അവർക്കും ആ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പം ചെയ്യുന്ന വീഡിയോ കാണുന്നുണ്ട്, അവരതിനനുസരിച്ച് റെസ്പോൺസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. പതിവ് തെറ്റിക്കാതെ ഇന്നും നെയ്റോസ്റ്റ്, മസാല ദോശ, പിന്നെ നമ്മൾ നാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നാനിൻ്റെ കൂടെ പനീർ ബട്ടർ മസാല, പിന്നെ ഒരു ഫ്രൈഡ് റൈസ്. നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഫ്രൈഡ് റൈസ്. കണ്ടോ, കാണുന്നതിൽ ഭംഗി മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തിരിച്ച് ഞങ്ങൾ ഗോവിന്ദരാജപട്ടണം, താഴെ തന്നെയുള്ളൊരു ക്ഷേത്രമാണ്. ഒരു ഓട്ടോയിലുള്ള യാത്രയാണിത്. കണ്ടല്ലോ, ഞാനും അനിയനും പുറകിലാണ്, ബാക്കിയുള്ളവർ മുമ്പിലുണ്ട്. ഏകദേശം ഞങ്ങൾ കുട്ടികളടക്കം 9-10 പേരുണ്ട്. 10 പേരെയും കയറ്റി അദ്ദേഹം 4 കിലോമീറ്റർ ഉണ്ട് ഗോവിന്ദരാജപട്ടണം ക്ഷേത്രം. ഇതാണ് ഗോവിന്ദരാജപട്ടണം. ഇവിടെയും അനന്തശയനത്തിലാണ് ഭഗവാൻ ദർശനം തള്ളുന്നത്. ഇവിടെയും വൈശാഖ മാസത്തിൻ്റെ ഭാഗമായിട്ട് വൈശാഖ ഉത്സവം
നടക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മളിങ്ങനെ വസന്ത ഋതു അല്ലെങ്കിൽ വൈശാഖ മാസം ആണ് അങ്ങനെ ഇവിടെ ഉത്സവമൊക്കെ ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടു കൂടിയല്ല പോകുന്നത്. അവിടെ ചെന്നപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ മനസ്സിനും കണ്ണിനും ശരീരത്തിനുമെല്ലാം ഒരു ആനന്ദം, ഒരു സന്തോഷം, ഒരു സുഖം. ഇതാണ് അവിടുത്തെ ഡെക്കറേഷൻ. ഇതാണ് ഗോവിന്ദരാജ സ്വാമിയുടെ പ്രധാന കവാടം. ഇതിനകത്തേക്ക് നമുക്ക് ഫോണോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. അടുത്ത ദർശനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അതാ ഭഗവാൻ ഗോവിന്ദരാജസ്വാമി തിരിച്ച് എഴുന്നള്ളുന്ന ദൃശ്യമാണ് കാണുന്നത്. നമുക്കതിലേക്ക് പോവാം. Maganda yun ito sa ligid. Kinadigil din eh. കേരളത്തിൽ മാത്രമല്ല, ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലും ചെണ്ടമേളം തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഉഗ്രൻ ചെണ്ടമേളമാണ്. രാത്രി ആയതുകൊണ്ടാണോ എൻ്റെ ക്യാമറയുടെ പ്രശ്നമാണോ എന്നറിയില്ല, ഇതിങ്ങനെയാണ് വിഷ്വൽസൊക്കെ കിട്ടുന്നത്. ക്ഷമിക്കുക. അടുത്ത തവണ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ വീഡിയോ എടുക്കാനുള്ള ശ്രമം ഞാൻ നടത്താം. ഇതാ നമ്മുടെ വീട്ടിലെ പൂജാമുറികളാണെങ്കിലും മറ്റും അലങ്കരിക്കാൻ പറ്റുന്ന പല ടൈപ്പ് സാധനങ്ങൾ ഇവിടെ കിട്ടും. എപ്പോഴും നമുക്കറിയാമല്ലോ, അന്യനാട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ പറയുന്ന വിലയ്ക്ക് എടുക്കുന്ന പലരും ഉണ്ട്. പക്ഷേ നമ്മളൊന്ന് ബാർഗെയിൻ ചെയ്താൽ അതിൻ്റെ പകുതി വിലയ്ക്ക് കിട്ടും. എനിക്ക് തോന്നുന്നു നമ്മൾ ബാർഗെയിൻ ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും 100 രൂപയുടെ സാധനം നമ്മളെ കാണുമ്പോൾ തന്നെ 200 രൂപ പറയും. അവസാനം അത് 120 രൂപ പറഞ്ഞ് നമ്മൾ വാങ്ങിക്കും. എന്നാലും 20 രൂപ അവർക്ക് ലാഭം തന്നെയാണ്. മലയാളിയൊക്കെ പ്രത്യേകിച്ച് കാണുമ്പോൾ അവർ കൂട്ടി പറയുന്നതാണെന്ന് തോന്നുന്നു. ഇതാ ഭഗവാൻ എഴുന്നള്ളുന്നുണ്ട്. ഭഗവാൻ ഗോവിന്ദരാജസ്വാമി അദ്ദേഹത്തിൻ്റെ ദിഗ്വിജയത്തിന് ശേഷം തിരിച്ച് കോവിലിലേക്ക്, ശ്രീകോവിലേക്ക് എഴുന്നള്ളുന്നു. അതും കാണാനായിട്ട് സാധിച്ചു.
അങ്ങനെ ആരതിയും കഴിഞ്ഞ് ഭഗവാൻ നേരെ ശ്രീകോവിലിലേക്കും ഞങ്ങൾ നേരെ മാധവത്തിലേക്കും പോവുകയാണ്. ഇനി നാളെ രാവിലെ കപിലതീർത്ഥം, അലമേലു മങ്കാപുരം, പറ്റുമെങ്കിൽ കാളഹസ്തിയിലും. ബാക്കി വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ.